ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥികൾ ടാസ്ക് കളിക്കുമ്പോൾ അത് പേഴ്സണൽ ഗ്രഡ്ജിലേക്കാണോ പോകുന്നത്? വ്യക്തി വൈരാഗ്യം ഈ ടാസ്കിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ടാസ്കിനകത്തും ഗെയിമിലും പലരെ ടാർഗറ്റ് ചെയ്യുന്നു. പവർ ടീം ഇവിടെ ക്ലിയർലി ജാസ്മിനെയും സിജോനെയും ടാർഗറ്റ് ചെയ്യുന്നു. ടണൽ ടീം ആണെങ്കിൽ പവർ ടീമിനെ HR-നെതിരെ കളിക്കുന്നു. സിജോയും ജാസ്മിനും ഇവിടെ പവർ ടീമിനെതിരായിട്ട് കളിക്കുന്നു. പിന്നെ ഡെന്ന് ആകെക്കൂടെയുള്ള ഡെന്ന് അതിനകത്ത് ജിൻഡോയും അർജുനും ശ്രീതും ഉണ്ട്. അവർ സ്വന്തം ടാസ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്? ഇന്ന് നടക്കാൻ പോകുന്ന നാളത്തെ ഇതിനകത്ത് പ്രോപ്പർട്ടി ഡാമേജ്, അത് മാത്രമല്ല ഗസ്റ്റുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഇത് എന്താണിത്? പവർ ടീം എന്താണ് ചെയ്യുന്നത്? ശോകമായിട്ട് പോകുന്നുണ്ട്. ശോകം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഉള്ള നാശം, ഭയങ്കരമായ നെഗറ്റിവിറ്റി ആ ടാസ്കിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നു. ആരും കളിക്കുന്നുമില്ല, എല്ലാം തകർന്ന് തരിപ്പണാവുന്നു. ആ ടാസ്കിനെ നശിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്തും ഇപ്പം നടക്കുന്നത് പോലെ ഒരു ബഹളവും കോലാഹലവും അവസാനം ഒരു പ്രോപ്പർട്ടി നാശിക്കലാണ് നടക്കുന്നത്. സത്യമായിട്ടും അതായത് ടണൽ ടീം പുറത്താണ്, അറിയാമല്ലോ. പൊട്ടത്തരവും മണ്ടത്തരവും കാണിച്ചിട്ട് ടണൽ ടീം പുറത്ത് കിടന്ന് സത്യാഗ്രഹം വിളിച്ചുകൊണ്ടിരിക്കുക. സായി, ശരണ്യ, നമ്മുടെ അപ്സര, അതേപോലെ തന്നെ നന്ദനയാണെങ്കിൽ പിന്നെ അലമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വാ തുറന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊന്നും പറയുന്നില്ല, വെറുതെ വഴക്കിടുന്നു. അപ്പൊ ഇവിടെ റോബോട്ട് ജാസ്മിനെ പുറത്താക്കിയിരിക്കുകയാണ്. ജാസ്മിൻ അവിടെ കിടന്ന് എത്തി വലിയുന്നുണ്ട്. എന്നെ പുറത്താക്കിയതിന് ചോദിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്നത് ശ്രീതു, ജിൻഡോ, റസ്മിൻ ഒക്കെ നിൽക്കുന്നുണ്ട്. ജിൻഡോ എന്തിനാണ് എൻ്റെ ഇടയിൽ പോയി പെട്ടെന്ന് എനിക്കൊരു പിടിയുമില്ല. എൻ്റെ ഇടയ്ക്കൂടെ സാബു കടന്ന് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഇറങ്ങി വാ, വെറുതെ എൻ്റെ ഇടയിൽ തല കൊണ്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഈ റോബോട്ടിനെ മിക്കവാറും പ്രശ്നമാണ്, ഈ റോബോട്ട് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടണൽ ടീം നാണം ഉണ്ടോ ഗസ്റ്റുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ ഗസ്റ്റുകൾ അവിടെ ഒന്ന് ജോലി ചെയ്യുന്നു. എന്തുവാടേ ഇത്? ഗസ്റ്റുകളെ കൊണ്ട് എന്തിനാ ജോലി ചെയ്യിപ്പിക്കുന്നത്? അതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ കയറാൻ നോക്കുന്നു, ഉന്തും തള്ളും നടക്കുകയാണ്. അപ്പൊ കൈവിടടോ, അത് റസ്മിൻ്റെയാണ്. റസ്മിൻ ജിൻഡോനെ പറയുന്ന രീതിയാണത്. അപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് തള്ളു, ഇങ്ങോട്ട് തള്ളു, ഇയാൾ അങ്ങോട്ട് മാറടോ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം കയ്യെ പിടിച്ച് വെച്ചേക്കാണ് ഇയാൾ. മാറ്, അഭിഷേകേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ ആണ് ഇവിടെ തള്ളുന്നത്. ശ്രീതു എൻ്റെ ഇടയിൽ കൊണ്ട് റസ്മിനുണ്ട്, അഭിഷേകിനെ വിളിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ടണൽ ടീം അവിടെ നിന്ന് അയ്യേ മാക്സിമം കച്ചറയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സാബു ജിൻഡോ മാറ് എന്ന് പറയുന്നു. അങ്ങനെ ജാസ്മിൻ അകത്തേക്ക് കയറുന്നു, പ്രോപ്പർട്ടി താഴെ വീണ് പൊട്ടുന്നു. ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ വിളിപ്പിക്കുകയാണ് എല്ലാവരെയും. എന്താണിത്? വളരെ മോശം. എത്ര തവണയാണ് നിങ്ങളോട് പറയുന്നത് ഇവിടെ വയലൻസ് വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ളത്? അപ്പോൾ ഇവിടെ അകത്ത് നമ്മുടെ ശ്വേതയും സാബു അകത്തായിരിക്കുന്നത്. ലീവിംഗ് ഏരിയയിൽ ബിഗ് ബോസ് അവർക്ക് ഡോസ് കൊടുക്കുകയാണ്. മിക്കവാറും ടാസ്ക് റദ്ദാക്കുമെന്ന് അറിഞ്ഞു. ഇവിടെ എന്തായാലും ഇപ്പോൾ അവിടെ മര്യാദയ്ക്ക് കളിക്കുന്ന ഒരു ടീമേ ഉള്ളൂ, അത് ഡെന്നാണ്. ഒന്നത് അർജുനും ശ്രീതും വേറെ ഒരു കാര്യത്തിൽ ഇടപെടില്ല, ആ കൂടെ മോഷ്ടിക്കും, പിന്നെ ടാസ്ക് നേരെ വണ്ണം കളിക്കും. പക്ഷെ അവർ സ്കോർ ചെയ്യുന്നുണ്ട്. ജിൻഡോയും അർജുനും ശ്രീതുവും കൊടുത്ത ടാസ്ക് അവർ കളിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരിവിടെ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പവർ ടീം എന്തോന്നാണിത്? നെഗറ്റീവ് പറഞ്ഞോ, പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വയം നെഗറ്റീവ് ആവേലേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ സിജോനെയും ജാസ്മിനെയും ഡയറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യണം. ഇപ്പോൾ ജയിൽ നോമിനേഷൻ വരുമ്പോൾ എന്തായാലും ഇതിൽ ആരെങ്കിലും ഒരാളെ പിടിച്ചിടും. അത് കഴിഞ്ഞിട്ട് ടണൽ ടീം അത്യാഗ്രഹം കാരണം ബെസ്റ്റ് ടീമാവാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് മണ്ടത്തരം കാണിച്ച് ഇന്നലെ പുറത്തായി. എന്നിട്ട് പുറത്ത് കിടന്നിട്ട് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടും എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്സരയും ശരണ്യയും സായിയും നന്ദനയൊക്കെ. അത് പവർ ടീമിനെതിരായിട്ടും HR-നെതിരായിട്ടും വേണ്ടി നിൽക്കുന്നു. സിജോയും ജാസ്മിനും ആണെങ്കിൽ ഇവിടെ പവർ ടീമിനെതിരായിട്ട് തന്നെ നിൽക്കുന്നത്. കാര്യം അവരുടെ ടാർഗറ്റ് നോറയും ആൻസിബയുമാണ്. ഡെന്നാണ് ഇവിടെ മര്യാദയ്ക്ക് ഇപ്പോൾ ഈ ടാസ്ക് കളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഈ ടാസ്കിനൊരു ക്ലാസിക് ഫീലുണ്ട്. അത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സത്യമായിട്ടും പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് പല പ്രശ്നങ്ങളും പേഴ്സണൽ ലെവലിലേക്ക് പോവുകയാണ്, പേഴ്സണൽ ടാർഗറ്റിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ന് ശ്വേത പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുറത്തും ഒരു ലൈഫുണ്ട്, ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കൂ ഈ ഷോയിനെ, പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എടുക്കാതിരിക്കൂ. ഒരാളോട് നമുക്ക് പേഴ്സണലി നമുക്ക് ദേഷ്യം ഫീൽ ചെയ്യും. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ്, ആരും അവിടെ പാവയൊന്നുമല്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ഇത് കൂടിപ്പോകുന്നു ഭയങ്കരമായിട്ട്. ഒരു 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 ദേഷ്യം കൂടി പോകുന്നു. അത് ഈ സീസണിൽ മെയിനായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിന് മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ പ്രയാസമാണ്. മാറ്റുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പെട്ടെന്നത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫാമിലി വീക്കൊക്കെ വരുമ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ അതിനി ടിക്കറ്റ് ഫിനാലെ കിടക്കുന്നു, ഒരു 2-3 ആഴ്ച അത് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഫാമിലി റൗണ്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് താഴും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മൂർധന്യ അവസ്ഥയാണ്. ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ഔട്ടായി പോവും. ഔട്ടായി കഴിഞ്ഞ് അവസാനം വരുന്ന ആൾക്കാരായിരിക്കും കുറച്ചൊന്ന് ബോണ്ടിങ് വരുന്നത്. എത്രയാണെങ്കിലും അവസാനത്തെ ആഴ്ച ഫാമിലി വീക്കൊക്കെ വരുമ്പോൾ ഒരു ബോണ്ടിങ് വരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ബോണ്ടിങ് വരുമ്പോൾ പിന്നെ ശരിയാവും. പക്ഷേ ഇപ്പോൾ ഈ 3 ആഴ്ചയും ഭയങ്കരമായ ഒരു ഗെയിമും
അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഒരു ടാർഗറ്റിങ് നടക്കുന്ന സമയമാണ്, പ്രത്യേകിച്ചും ഈ സീസണിൽ. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും ഗെയിമായിട്ട് തന്നെ കളിച്ച് പോയാൽ മതിയായിരുന്നു. അത് ഒരു കുറച്ചും കൂടെ ഒരു ലൈറ്റായിട്ട് എടുക്കണമായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു സീരിയസ് വേർഷനിലേക്ക് പോകുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർട്ടി ഡാമേജ് നടത്തുമ്പോൾ ബിഗ് ബോസ് മിക്കവാറും ടാസ്ക് റദ്ദാക്കിയിട്ട് മിക്കവാറും ഇപ്പോൾ ഉള്ള ഡെന്നാണ് നിലവിൽ പോയിന്റ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അവരെ പിടിച്ചിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നറിയില്ല. എന്തായാലും സാബുമോനും ശ്വേതയ്ക്കും ജിൻഡോയുടെ ടീമിനെ കൊണ്ടുവരണമെന്നാണ് കാര്യം. ഒരു സ്ട്രോങ് ടീമിനെ ഇവർക്കെതിരെ സെറ്റ് ചെയ്യണമെന്നാണ്, പവർ ടീമിനെതിരെ സെറ്റ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഇപ്പം നിലവിലെ പവർ ടീം കൈവിട്ടു പോയി. നിലവിലെ പവർ ടീം കൈവിട്ടു പോയി. അതാണ് അവർ ഭയങ്കരമായിട്ട് ടാസ്കിനെ വേറെ പവർ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇമേജ് കോൺഷ്യസ് അല്ല, സ്ട്രോങ് ആണ്. പക്ഷെ അവർക്ക് മേലെ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണെന്നും കൂടെ അവർ നോക്കണം. അവരിത് ചെയ്യും. അവരുടെ മേലെ ഇത് വന്നിരുന്നെങ്കിൽ ഇവരിത് താങ്ങുമായിരുന്നു. നോറയൊക്കെ താങ്ങുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രൊമോ വന്നേക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.